നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 176ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നടനും സംവിധായകനുമൊക്കെയായ ശ്രീ പ്രതാപ് പോത്തനെക്കുറിച്ചിട്ടാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ വിശ്രുതനായ ശ്രീ MT കാണാനായിട്ട് കോഴിക്കോട് കോട്ട റോഡിലെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാരമൗണ്ട് ലോഡ്ജിൽ 2nd ഫ്ലോറിൽ ഞാനുണ്ട്, അവിടെ വരൂ, നമുക്കവിടെ വെച്ച് സംസാരിക്കാം. അങ്ങനെ ഞാൻ 10 മണിയോടടുപ്പിച്ച് പാരമൗണ്ട് ലോഡ്ജിൽ ചെല്ലുന്നു. ശ്രീ MT കാണുന്നു. ആ മുറി നിറയെ A4 സൈസ് പേപ്പർ, എഴുതിയതും എഴുതാത്തതും പുസ്തകങ്ങളും ഒക്കെയായി നിരന്നിരിപ്പുണ്ട്. ഞാൻ ചെന്ന് തൊഴുത് അകത്ത് കയറട്ടെ എന്ന് ചോദിച്ചാൽ കടന്നു വരൂ എന്ന് പറഞ്ഞ് അകത്ത് ഇരിക്കാനായിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ കസേരയുടെ പുറത്തും എല്ലാം പേപ്പറുകളാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല സാർ, ഞാനിവിടെ നിന്നോളാം. എൻ്റെ ആഗമനോദ്ദേശം ശങ്കജം എന്ന നോവലിന് ഒരു ആമുഖം എഴുതുക എന്നതാണ്. അദ്ദേഹത്തിന് വായിക്കാനായിട്ടും മാതൃഭൂമിയിൽ വീക്ക്ലിയിൽ പബ്ലിഷ് ചെയ്യാനായിട്ടുമൊക്കെ മുമ്പ് അയച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു. എന്തോ കാരണവശാൽ അതതിൽ സീരിയലൈസ് ചെയ്തില്ല. അത് ശ്രീ MT എനിക്ക് മടക്കി അയച്ചു തരികയും ചെയ്തു. അതിൻ്റെ കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണ്. പിൽക്കാലത്ത് ScienceWit.net എന്നുള്ള അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുകയും വിതരണം ചെയ്യാനുള്ള പരിപാടികൾ ആസൂത്രിതമാക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് കാണാൻ ചെന്നപ്പോൾ സംസാരത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു, ശരവണ, ഞാൻ ഈ തിരക്കഥയുടെ ഉള്ളിൽ കടന്നിരിക്കുകയാണ് എൻ്റെ മനസ്സ്. ഈ അവസരത്തിൽ ഒരു അവതാരികയോ ആമുഖമോ എഴുതിത്തരാൻ വിഷമമുണ്ട്, മനഃപൂർവ്വമല്ല, എന്നെ ഒന്ന് മനസ്സിലാക്കൂ ശരവണ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷാദച്ഛവി പൂണ്ട ആ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ വേണ്ട, എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് വെറുതെ ഒരു കുസൃതി ചോദ്യം അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, ഞാൻ കാണാൻ അത്ര മോശമൊന്നും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ചിത്രത്തിൽ എന്തായാലും തിരക്കഥ നടക്കുന്നില്ലേ ഉള്ളൂ, ഈ ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സിനിമയുടെ ചിത്രീകരണത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപുഞ്ചിരി. ഉടനെ തന്നെ അദ്ദേഹം തൊട്ടടുത്ത മുറിയിൽ അതിൻ്റെ നിർമ്മാതാവായ VBK മേനോൻ, സംവിധായകൻ പ്രതാപ് പോത്തൻ, അസിസ്റ്റൻറ്റ് സംവിധായകൻ, അങ്ങനെ പലരുമുണ്ട്. അവരെന്തൊക്കെ ചർച്ചയും ബഹളങ്ങളുമൊക്കെ കേൾക്കാം. അങ്ങനെ പ്രതാപ് പോത്തനെ വിളിച്ചു. അങ്ങനെ പ്രതാപ് പോത്തൻ വന്ന് ചുവരിൽ ചാരി നിന്നു, എന്നെയും നോക്കി. നമ്മുടെ ആ ബാംഗ്ലൂർ ഫാമിലിയിൽ ഒരാളിൻ്റെ റോൾ ഇദ്ദേഹത്തിന് കൊടുത്താലോ? നല്ലൊരു എഴുത്തുകാരനാണ്, നോവലും കഥയൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണ്. ശ്രീ പ്രതാപ് പോത്തൻ എന്നെ ഒന്ന് നോക്കി. ആ നോട്ടം എനിക്ക് സുഖിച്ചില്ല. ആ നോട്ടത്തിൽ ഒരു ഇഷ്ടക്കേട് ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നും നിന്നില്ല. ഒരു ചെറുപുഞ്ചിരി ഞാനും പൊഴിച്ചു. അപ്പോൾ എന്നൊന്ന് ഇരുത്തി മൂളി പ്രതാപ് പോത്തൻ. എന്നെ ആപാത ചൂടാമെന്ന് നോക്കി. എന്തായാലും ശരി ശരവണ, ഞാൻ അറിയിക്കാം, അങ്ങനെ വല്ലതും റോളിന് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ശരവണ എന്ന് പറഞ്ഞു. അങ്ങനെ തൊഴുകയോടെ, സാർ ഞാൻ ഇറങ്ങട്ടെ, ഇപ്പോൾ പോയാൽ ശ്രീ വൈക്കത്തിനെയും കുഞ്ഞുണ്ണി മാഷിനെയൊക്കെ കണ്ട് എനിക്ക് വൈകുന്നേരം ട്രിവാൻഡ്രത്തിന് മടങ്ങാം.
ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം കസേരയിൽ നിന്നും എഴുന്നേറ്റ് ആ വാതിലിനരികിലെത്തി. തൊഴുകൈയോടെ ഞാൻ ഇറങ്ങാൻ സമയം ശ്രീ പ്രതാപോത്തനെ ഒന്നുകൂടെ ഒന്ന് നോക്കി. അദ്ദേഹം ചിരിച്ചോ ചിരിച്ചില്ലേ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. അവിടുന്ന് ഞാൻ ഇറങ്ങി, കാണേണ്ടവരെല്ലാം കണ്ട് ഞാൻ മടങ്ങുകയും ചെയ്തു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ, യാതൊരു ആഗ്രഹങ്ങളും വെച്ച് പുലർത്താതെ വെറുതെ ഒരു സംഭാഷണം, അത്രമാത്രമേ ഞാൻ ഊഹിച്ചുള്ളൂ. മാസങ്ങൾ ചിലത് കടന്നു. അങ്ങനെ ഒരു ഡിസംബറിലാണെന്ന് തോന്നുന്നു എനിക്കൊരു കത്ത് ശ്രീ MT അയച്ചു തന്നു. അത് ഞാൻ നിധി പോലെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ശരവണ, ഞാൻ ഞങ്ങളുടെ ഹൃദയബോധം എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. 15-ാം തീയതി മഞ്ചേരിയിലേക്ക് വരിക. അങ്ങനെ ഒരു 4-5 വരികൾ എഴുതിയൊരു കത്ത് എനിക്ക് കിട്ടുന്നു. ഒരു ദേശീയ അവാർഡ് കിട്ടിയ പ്രതീതിയാണ് അന്നും ഇന്നും. അങ്ങനെ ഡ്രസ്സുകളും ഒക്കെ എടുത്ത് വണ്ടിക്കൂലിക്കുള്ള പൈസയൊക്കെ സംഘടിച്ച്, അന്ന് ജോലിയും തൊഴിലൊന്നും ഇല്ലാതെ നടക്കുന്ന കാലഘട്ടം കൂടെയാണ്. വളരെ പ്രയാസപ്പെട്ട് മഞ്ചേരിയിൽ ചെല്ലുകയും അവിടെ താമസിക്കുകയും ഒരു 10-16 ദിവസം ആ സെറ്റിൽ ഷൂട്ടിങ്ങും മറ്റും കണ്ട് ഒരുപാട് നടന്മാരെയും നടികളെയും ടെക്നീഷ്യന്മാരെയും ഒക്കെ കണ്ട് ദിവസങ്ങൾ കടന്നുപോയി. രാവിലെ 6 മണിക്ക് ഞാൻ സെറ്റിൽ ചെന്നാൽ രാത്രി 7:30 മണിക്ക് എല്ലാവരും പോയി ലാസ്റ്റ് അവരുടെ വാഹനം മഞ്ചേരിയിലെ ലോഡ്ജിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഞാൻ കയറുന്നത്. കാരണം സിനിമ പഠിക്കാൻ കിട്ടിയ ഒരു വലിയൊരു അവസരമാണ്. അത് മാക്സിമം വിനിയോഗിക്കണം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വച്ച് ചിത്രീകരണത്തിൻ്റെ ഏറിയ ഭാഗവും അവിടെ വച്ചിട്ടാണ്. രണ്ട് സീനിൽ മാത്രം മുഖം കാണിക്കുന്ന ഞാൻ അപ്പുവേട്ടനെ പണിക്കര മകൻ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത ആ ചിത്രം എനിക്ക് നൽകിയ സമ്മാനം എന്ന് പറയുന്നത് MTയുടെ കെയർ ഓഫിൽ ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന കിട്ടി. ഒറ്റമുറിയിൽ താമസം, രാവിലെയും വൈകിട്ടും കൊണ്ടുവിടുക, ഭക്ഷണം മാത്രം എൻ്റെ സ്വന്തം ചിലവിലായിരുന്നു. കാരണം അധ്വാനിക്കാണ്ട് ആരുടെ മുതലും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയാണ് എൻ്റേത്. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് MTയെ കണ്ട് കാശില്ല എന്ന് പറയും. എനിക്ക് പ്രതിഫലമായിട്ട് അന്ന് 101 രൂപയാണ് 201 രൂപയാണ് കിട്ടിയത്. പക്ഷെ അതുകൊണ്ടൊന്നും പെട്ടെന്ന് നാട് പിടിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഷൂട്ടിങ്ങിനിടയിൽ തലേദിവസം മോനിഷയുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളും അതുമായിട്ടുള്ള സീനുകളെല്ലാം ഷൂട്ട് ചെയ്ത് കല്യാണ പെണ്ണായി തലയിൽ നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി ഇറങ്ങി വരുന്ന ഒരു സീനാണ് അന്ന് ഷൂട്ട് ചെയ്തത്. ഒരു ചെറിയ കാര്യം പോലും നിസ്സാരമായി കാണുന്നവർക്കുള്ള ഒരു അനുഭവ പാഠം കൂടിയായിരുന്നു അത്. അങ്ങനെ തലേദിവസം ഷൂട്ടെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നു. അന്ന് വൈകുന്നേരം സംവിധായകനായ പ്രതാപത്തൻ എല്ലാവരോടും പറയുന്നു, പ്രൊഡക്ഷൻ മാനേജറോടൊക്കെ പറയുന്നു, രാവിലെ 7 മണിക്ക് നമുക്ക് ഷൂട്ട് തുടങ്ങണം, അതിന് മുന്നേ കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവരണം, മറക്കരുത്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഷോട്ടാണ് എന്ന് പറഞ്ഞു വിടുന്നു. അത് കുഴപ്പമില്ല സാർ, എവിടെ നിന്നെങ്കിലും വാങ്ങാം എന്ന് പറഞ്ഞ സച്ചിദാനന്ദനും എൻ്റെ പ്രൊഡക്ഷൻ മാനേജരും പറയുന്നത് കേൾക്കാം. എല്ലാ നടന്മാരും ക്ലൈമാക്സ് സീനിനോട് അടുപ്പിച്ചുള്ള രംഗങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത്. ശ്രീ തിലകൻ, ബാലേന്ദ്രമേനോൻ തുടങ്ങി മുരളി, അങ്ങനെ എണ്ണിയാൽ വിനീത്, എണ്ണിയാൽ ഒടുങ്ങില്ല, അത്രമാത്രം കലാകാരന്മാരുടെ ഒരു നിര തന്നെയുണ്ട്. 2-3 ദിവസം കൊണ്ട് ഷൂട്ട് തീരുന്നതും കൂടിയാണ്. ക്ലൈമാക്സൊക്കെ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവരങ്ങ് പോയി
പിറ്റേ ദിവസം രാവിലെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിരിക്കുകയാണ്. പലർക്കും പല പല സെറ്റുകളിലേക്ക് മടങ്ങി പോകേണ്ടതാണ്. 7 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞു, 9 മണിയായി. പ്രതാപപുത്രൻ പ്രൊഡക്ഷൻ മാനേജറെ അവരൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ കാറുമായിട്ട് മലപ്പുറത്തേക്ക് പോകുന്നു, ഒരാൾ കാറുമായിട്ട് മഞ്ചേരിയിൽ പോകുന്നു. 3-4 കാറുകൾ പല സ്ഥലത്തും അന്വേഷിച്ച് പോയി. ഏകദേശം ഉച്ചയോടടുപ്പിച്ചിട്ടും പൂക്കൾ കിട്ടാണ്ട് അവിടുന്നും ഏറെ ദൂരെ എവിടെയോ പോയി മുല്ലപ്പൂ കെട്ടിയത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഏകദേശം 11:30-12 മണിയോട് അടുപ്പിച്ചിരിക്കുന്നു. അന്ന് തന്നെ പല താരങ്ങൾക്കും തിരിച്ചു പോകണം. കാരണം ഒരു നിസ്സാരം ഒരു 100-150 രൂപയുടെ പൂവിന് 3-4 കാറുകളും ആൾക്കാരും പല പല സ്ഥലത്തേക്ക് പോവുകയും യൂണിറ്റിലും അതിനോടൊപ്പമുള്ള ടെക്നിക്കൽ വിങ്ങും എല്ലാം കാത്തുകെട്ടി നിൽക്കുകയാണ്. 50,000 രൂപയോളം നഷ്ടവും. അങ്ങനെ വളരെ വിഷണ്ണനായ ദേഷ്യത്തിൽ പ്രതാപപുത്രൻ ആ കോവിലകത്തിൻ്റെ മുന്നിലുള്ള ഒരു കരിങ്കല്ലില്ല വെട്ടുകൽ മതിലിൽ താടിക്ക് ഒഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുറത്തുപോയി. അവിടുന്ന് ഒരു ഏകദേശം ഒരു 3/4 കിലോമീറ്റർ നടക്കണം. ഊണ് കഴിക്കാൻ പോയി. ഊണ് കഴിച്ച് വിയർത്ത് കുളിച്ച് വരുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നത് കാണാൻ കഴിയില്ല. 2 വശത്തും വയൽപ്പാടങ്ങൾ. വയലിൽ നിന്നും ഒരു കതിർക്കറ്റ പൊട്ടിച്ചെടുത്ത് വീശി തിരിഞ്ഞും പറഞ്ഞും വളരെ സന്തോഷത്തോടെ ഏതോ ഒരു പാട്ടും മൂളി ഞാനിങ്ങനെ നടന്നു വരുന്നത് ഈ വെട്ടുകൽ മതിലിലിരിക്കുന്ന പ്രതാപപുത്രൻ കണ്ട് താടിക്ക് കൈകൊടുത്തിരിക്കുകയായിരുന്നു. ആരുമില്ലാത്ത ഒരു സ്ഥലം, വിജനമായ സ്ഥലം. അവിടെ നിന്നിപ്പോൾ ഏറിയ ദൂരം നടന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ എത്താൻ പറ്റുള്ളൂ. പക്ഷേ ദൂരെ ഇരിക്കുന്ന പ്രതാപപുത്രന് എന്നെ കാണാമായിരുന്നു. ഇതുപോലൊരു ചുമന്ന ഷർട്ടും ജീൻസുമായിരുന്നു എൻ്റെ വേഷം. നടന്നും ഓടിയും വന്ന് കയറുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുകയാണ് പ്രതാപപുത്രൻ. ആ ചിരിയിൽ എൻ്റെ മനസ്സും തണുത്തു. നമസ്കാരം. 10-15 ദിവസം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നിട്ടും നേരിലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാലുമേൽ കാല് കയറ്റി വെച്ച് എന്നെ വീണ്ടും രൂക്ഷമായി നോക്കി. ആ MT നിങ്ങളെപ്പറ്റി അന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാനും ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കും അതിൻ്റെ ചിന്തകളും ഒക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ് അന്ന് സംസാരിക്കാതിരുന്നത്. മനഃപൂർവ്വമല്ല. ഞാൻ പറഞ്ഞ സന്തോഷം. ഇപ്പോൾ എന്ത് പറ്റി എല്ലാവരിൽ നിന്ന് മാറി ഇങ്ങനെ ഇരിക്കാൻ? അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നമ്മളൊന്നും നിസ്സാരമായി കാണരുത്. നിസ്സാരമായി കാണുന്നതെല്ലാം നമ്മുടെ മനസ്സിനെയും നമ്മുടെ സംരംഭത്തെയൊക്കെ വളരെ ബാധിക്കും. ഞാൻ പറഞ്ഞു, എന്താണ് സാർ ഇപ്പം അങ്ങനെ? അല്ല, ഇന്നലെ വൈകുന്നേരം ഞാൻ പ്രൊഡക്ഷൻ മാനേജറോട് പറഞ്ഞാണ്, സച്ചിദാനന്ദനോട് പറഞ്ഞാണ്, കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു വെച്ചേക്കണം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഷോട്ട്സാണ്. ആർട്ടിസ്റ്റുകൾക്കെല്ലാം പലർക്കും പല സെറ്റിലേക്കും പോകേണ്ടതാണ്. ഓരോ മണിക്കൂറുകളും വളരെ വിലപിടിപ്പുള്ളതാണ്. എടുക്കാതെ പോകാനും കഴിയില്ല. നാളെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അവിടെ ഞാൻ എന്ത് പറയാനാണ് അദ്ദേഹത്തോട്? അപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ സംഭവിച്ചത് സംഭവിച്ചു. പിന്നെ അതേക്കുറിച്ച് ആധികാരികമായി ചിന്തിച്ചിട്ടോ ഡീപ്പ് സ്റ്റഡി നടത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ സാർ. കിട്ടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും സെറ്റിൽ റെഡിയായി കോസ്റ്റ്യൂംസ് എല്ലാം കഴിഞ്ഞാൽ അവിടെ വന്ന് നിന്നാൽ ഇവർ ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഷൂട്ട് തുടങ്ങാമല്ലോ. അല്ലാണ്ട് ഇത് കൊണ്ടുവന്ന ശേഷം പിന്നെ കോസ്റ്റ്യൂംസൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇറ്റ്സ് ടു ലേറ്റ്. അപ്പോൾ ഉടനെ തന്നെ എന്താ പെട്ടെന്ന് ആലോചിച്ചിട്ട്, ശരിയാണല്ലോ, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് കല്ലിൻ്റെ പുറത്തുനിന്ന് കല്ലിൽ നിന്ന് എഴുന്നേറ്റ്
അദ്ദേഹം അകത്തേക്ക് ഓടി. അപ്പോൾ മോനിഷയും ഗീതയും ഒന്നും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവ് പോലെ പറഞ്ഞു, ഹറിയപ്പ് ഹറിയപ്പ്, പെട്ടെന്ന് കോസ്റ്റ്യൂംസ് എല്ലാം ചേഞ്ച് ചെയ്യൂ, ക്യാമറയെല്ലാം ഫിക്സ് ചെയ്യൂ. പിന്നെ ഒരു തിരക്കിട്ട ഒരു വലിയൊരു ബഹളം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കരുതി പൂ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി ഷൂട്ട് തുടങ്ങിയാൽ മതിയല്ലോ. എല്ലാം റെഡിയായി കംപ്ലീറ്റ് എല്ലാം തീർന്നപ്പോൾ തന്നെ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ പൂവുമായി 2 കാറിൽ 3-4 പേർ ഓടിയെത്തുന്നു, പൂവ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ജസ്റ്റ് കോസ്റ്റ്യൂമർ പൂവ് മനുഷ്യയുടെ തലയിൽ വെച്ച് ഫിക്സ് ചെയ്യുന്നു, ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ടേക്കെല്ലാം കഴിഞ്ഞ് കസേരയിൽ വന്നിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പടിക്കെട്ടിന് മുകളിൽ, ഏറ്റവും മുകളിൽ, ക്യാമറയിൽ പതിയാത്ത രീതിയിൽ ദൂരെ ഞാൻ മാറി നിൽക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം MTയോട് ചെന്ന് പറഞ്ഞു, എനിക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിലും അവിടെ സെറ്റിൽ നിന്നൊരു ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണല്ലോ പ്രതാപപുത്രൻ സാറ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്താ? അത് MTയോട് പറയുന്ന കേട്ടു, നല്ല സെൻസുള്ളൊരു പയ്യനാണ്, എല്ലാം മുൻകൂട്ടി ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ MT പറഞ്ഞു, അദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്ന് ഞാൻ പ്രതാപനോട് പറഞ്ഞതല്ലേ, ദീർഘവീക്ഷണവും അറിവുമുള്ളൊരു ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് എന്നെ വന്ന് കണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇതിലൊരു റോൾ കൊടുക്കണം എന്ന് പ്രതാപനോട് പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ എനിക്കും ശരിക്കും സന്തോഷം തോന്നി. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങുമ്പോൾ പ്രതാപപുത്രൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഗൗരവക്കാരനാണെന്ന് തോന്നരുത് ശരവൺ. ഒരു സിനിമയുടെ എല്ലാ വശങ്ങളും എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് ചിരിക്കാനും കഥ പറഞ്ഞിരിക്കാനും കഴിയില്ലല്ലോ. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നു. ഇല്ല സർ, ഞാനങ്ങനെ മിസ്ലീഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ 3-4 പ്രാവശ്യം കണ്ടിട്ടും ഈ 10-15 ദിവസം ഇവിടെ ഉണ്ടായിട്ടും ഒരു തവണ പോലും ഒന്ന് സംസാരിക്കുകയോ എൻ്റെ പേര് പോലും എന്നോട് ചോദിക്കുകയോ ചെയ്യാതെ വന്നപ്പോൾ സ്വാഭാവികമായും ഐ ഫീൽ ബാഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ തോളിൽ തട്ടി സോറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്യാമറമാൻ നിൽക്കുന്നിടത്തേക്ക് നടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മികവും അദ്ദേഹത്തിൻ്റെ കഴിവും സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും രേഖപ്പെടുത്താതിരിക്കില്ല. 1952 ഫെബ്രുവരി 15 തിരുവല്ലയിൽ ജനനം, ഊട്ടിയിലെ ലോറൻസ് സ്കൂളിൽ പഠനം, അതിനുശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും BA സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം. കോളേജ് പഠനകാലത്ത് സുഹൃത്തുക്കളോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. 1971 മുംബൈയിൽ ഒരു പരസ്യ കമ്പനിയിൽ ജോലിക്ക് കയറി. മദ്രാസ് പ്ലേയേഴ്സ് എന്ന തിയേറ്ററിൽ അഭിനേതാവായിരുന്ന ഇദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കണ്ട് 1978 ആരവം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചു ശ്രീ ഭരതൻ. 1979 തകര, 1980 ചാമരം എന്നീ ചിത്രങ്ങളിലും നായകൻ. ഈ 2 ചിത്രങ്ങളിലെ അഭിനയത്തിന് ഫിലിംഫെയർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. K. ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത വരുമയിൽ നിറം ശിവപ്പ് എന്ന ചിത്രത്തിലെ അഭിനയം പ്രശംസ വാരിക്കോരി ലഭിക്കുകയുണ്ടായി. 1987 വരെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 12ഓളം ചലച്ചിത്രങ്ങൾ മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായി സംവിധാനം ചെയ്തു. 2022 ജൂലൈ 15 70-ാം വയസ്സിൽ
ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഞാൻ ഇത് ഇവിടെ പറയുമ്പോൾ ഏറ്റവും രസകരമായ ഒരനുഭവം, ഈ ചിത്രത്തിലെ അഭിനയത്തെക്കുറിച്ചും ഈ ചിത്രത്തിലെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ശാന്തമീ സാഗരം എന്നുള്ളൊരു സൃഷ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. ആ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി, ഫസ്റ്റ് കോപ്പി വാങ്ങിയത് ഇദ്ദേഹമായിരുന്നു ആമസോണിലൂടെ. ആമസോണിൽ ഏത് പുസ്തകങ്ങൾ നമ്മുടെ വിറ്റുകഴിഞ്ഞാലും വാങ്ങിയ ആളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കതിൽ അറിയാൻ കഴിയും. 10-30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എഴുതിയ ആ സൃഷ്ടിയുടെ ആദ്യ കോപ്പി അദ്ദേഹം വാങ്ങി എന്നറിഞ്ഞപ്പോൾ ശരിക്കും ചാരിതാർത്ഥ്യം തോന്നി. ഒരുപാടൊന്നും സംസാരിക്കാനും ഒരുപാടൊന്നും അടുത്തിടപഴകാനും കഴിഞ്ഞില്ലെങ്കിലും അന്ന് അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി ശരവണ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് തലയിലൊരു തൊപ്പിയും വെച്ച് ക്യാമറാമാൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന ആ ദൃശ്യമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യ ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു വലിയ നടൻ, ഒരു നല്ല സംവിധായകൻ, യാത്രാമൊഴിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ട ഒരു നാമം. കാലത്തിൻ്റെ ഒഴുക്കിൽ കടന്നുപോയി എങ്കിലും സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രീ പ്രതാപപോത്തനെ മറക്കാവതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.